രക്ഷിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത്. ഇനി ഞാനത് സമ്മതിക്കില്ല. വലിയ ഫാൻ ബോയ് സാർ. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. തേച്ച് കുളിച്ച് കളിമാറ്റി കളത്തിലിറങ്ങ. ലൈൻ കട്ട്, ലൈൻ കട്ട്. അയ്യോ, എല്ലാരും കൂടെ കുണുവാവെ ഒറ്റപ്പെടുത്തുന്നോ? എന്തിനാ മോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ട് ഞാൻ കയറും. വിട്ടേക്ക് ലാലേട്ടാ, മോള് നല്ലൊരു സോളാ. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാരണം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇറങ്ങി വാടാ സ്ഥലപ്പാ. ഒളിച്ചിരുന്ന് വാഴയായിട്ട് സേഫ് കളിക്കുക. കൂമ്പിയാൻ തോരൻ വെക്കും. ജാഗ്രത. എന്തെന്നടേ ഇത്? ടാസ്ക് പ്രിപ്പറേഷൻ. ഇമാതിരി അംഗനവാടി ടാസ്ക് ആയിട്ട് വന്നാ തൊമ്മറ്റിക്കും കിട്ടും പണി. ഞാൻ ഈ സേഫ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. തരും ഞാൻ 7ന്റെ പണി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദാ ബിഗ് ബോസ് സീസൺ 7 എത്താൻ പോവുകയാണ്. ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രമോ കാണുന്ന പലർക്കും കുറച്ച് സന്തോഷം തോന്നുന്നത് തന്നെയാണ് അല്ലെ. കാരണം ഇത്രയും കാലമായി നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും തന്നെയാണ് ലാലേട്ടൻ ഈ ഒരു പ്രമോയിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രമോ തന്നെ അടിപൊളി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും സീസൺ 7 എന്ന് പറയുന്നത് ശരിക്കും ഒരു 7ന്റെ പണി തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിക്ടിം കാർഡും അതുപോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്നവർക്കും ഡ്രാമകൾക്കും, അതായത് മുതലക്കണ്ണീരിനും ഒന്നിനും ഇവിടെ വിലയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്. ഇത്രയും നാളും ഈ ഒരു രീതിയിലാണ് പോയിട്ടുള്ളതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ നന്മമരവും അതുപോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ പറ്റിയും പ്രത്യേകം പറയുമ്പോൾ ലവ് കാർഡിനെ പറ്റി അവർ പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനിയും അത് തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഇല്ലല്ലോ അല്ലെ. എന്തായാലും ഈ സീസൺ 7 വളരെ മനോഹരമായ ഒരു സീസൺ തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടന് പോലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പ്രമോയിലൂടെ തന്നെ മനസ്സിലാക്കാം. പ്രമോ ഇത്രത്തോളം കിടിലനാക്കിയിട്ട് വീണ്ടും ബിഗ് ബോസ് ആ ഒരു പഴയ ലെവലിലേക്ക് തന്നെ പോവരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സേഫ് ഗെയിം കളിക്കുന്നവരും അല്ലെങ്കിൽ വിക്ടിം കാർഡ് കളിക്കുന്നവരും, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്ന, വീട്ടുകാരെ മിസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പൊ തന്നെ ഇറക്കി വിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സേഫ് ഗെയിം കളിച്ച് തന്നെയാണ് പലരും മുന്നോട്ട് എത്തിയിട്ടുള്ളതെന്ന്. ഒരു തരത്തിലും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതെയും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ തന്നെയാണ് പലരും മുന്നോട്ട് വന്നിട്ടുള്ളത്. സേഫ് ആയിട്ട് ഗെയിം കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ ആദ്യം തന്നെ പുറത്താക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നന്മമരം കളിക്കാനായിട്ട് കുറച്ച് പേരെത്തും. എല്ലാവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന പലരെയും നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിൽ നല്ല കിഡിലൻ ഗെയിം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കാം. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അത്രത്തോളം വൈറലായ ആൾക്കാർ തന്നെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അഞ്ജലിയും അതുപോലെ തന്നെ ശാരികയും രേണുസുതിയും അവരെ പോലെയുള്ള ആൾക്കാർ അവർ തന്നെയാണ് വരുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. നമുക്ക് അവിടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സീസൺ 7 വിശേഷങ്ങൾ കണ്ടറിയാൻ തന്നെ അല്ലെ. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഈ ഒരു സീസണിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഓരോ തവണ കണ്ടസ്റ്റന്റ് മാറുന്നുണ്ടെങ്കിലും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പല കാര്യങ്ങളും അതേ ലെവലിൽ തന്നെയാണ് പോകുന്നത്. പ്രശ്നങ്ങൾ മാത്രം മാറി മാറി വരുന്നു എന്ന് മാത്രമുള്ളൂ. എന്തായാലും ഈ ഒരു സീസൺ 7 എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ്. എന്തായാലും ലാലേട്ടനിലും മാറ്റം വന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വളരെ പ്രധാനം. കാരണം ഇത്രത്തോളം സേഫ് ഗെയിം കളിച്ച് വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലെന്ന് വിചാരിച്ച് ലാലേട്ടന്റെ മുന്നിലേക്ക് എത്തുന്നവരെയൊക്കെ ലാലേട്ടൻ തലോടി വിടുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ സീസണുകളൊക്കെ ഉള്ളത്. എന്തായാലും ഈ സീസൺ അങ്ങനെ അല്ല എന്ന് നമുക്ക് ഈ ഒരു പ്രമോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു പ്രമോ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ എന്തായാലും കണ്ടസ്റ്റൻസിന് ഒരു പേടി സ്വപ്നം തന്നെയായിട്ടുണ്ടാവും ഈ ഒരു പ്രമോ. ഇനി ഈ ചെല്ലുന്നവർക്ക് എന്തായിരിക്കും കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു പേടി തന്നെ അവർക്കുണ്ടാവും. എന്തായാലും ഈ സീസൺ 7 വരാൻ പോകുന്നത് അത്ര നിസ്സാരക്കാരായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ 7 ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ ത്രില്ലിംഗ് തന്നെയാണ് അല്ലെ. നമുക്ക് കാത്തിരിക്കാം കാണാൻ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന്. എന്തായാലും വിളിക്കാൻ കാത്തിരുന്ന് പോവാൻ റെഡിയായിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രമോ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ബാഗും പാക്ക് ചെയ്തിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട്. അവർക്കൊക്കെ ഈ
ഒരു ഒരൊറ്റ പ്രമോയോട് കൂടി അവരുടെയൊക്കെ ആഗ്രഹത്തിൽ കുറച്ചെങ്കിലും ഒരു പേടി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് കാത്തിരിക്കാം പുതിയ സീസണിനായി ലാലേട്ടന്റെ ഈ എനർജറ്റിക് ബിഗ് ബോസ് സീസൺ 7 കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.